ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ്. എത്ര അഴുക്ക് പിടിച്ച ഫ്രിഡ്ജും വളരെ ഈസി ആയിട്ടാണ് ക്ലീൻ ആക്കാൻ സാധിക്കും. ഫ്രിഡ്ജിൻ്റെ വാസറിലുണ്ടാവുന്ന കരിമ്പൻ പാടുകളൊക്കെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കാൻ സാധിക്കും. ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായതുകൊണ്ട് തന്നെ അത്യാവശ്യം മുഷിഞ്ഞാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അഴുക്ക് പിടിച്ചിട്ടാണ് കിടക്കുന്നതെന്ന്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വിച്ച് ഓഫ് ചെയ്യണം. അതിനുശേഷം ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് മാറ്റണം. ഫ്രിഡ്ജിൻ്റെ എല്ലാ പാർട്സും അഴിച്ചു മാറ്റിയിട്ട് നല്ലതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൻ്റെ വാസറിൽ നല്ലതുപോലെ കരിമ്പൻ പിടിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലുള്ള പൊടിയൊക്കെ ഉണങ്ങിയ ഒരു ടവൽ വെച്ച് തുടച്ചെടുക്കണം. ഇനി ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫ്രിഡ്ജിൻ്റെ വാസറിൽ കറുത്ത കളറിലുള്ള പുള്ളികൾ കളയാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, പെട്ടെന്ന് കളയുന്നതിന് വേണ്ടി നമ്മുടെ അടുക്കളയിലുള്ള 1-2 സാധനങ്ങൾ വെച്ച് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം. ബേക്കിംഗ് സോഡയാണ്. പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. എത്രത്തോളം കരിമ്പനുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. ബേക്കിംഗ് സോഡയിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എവിടെയാണോ കറുത്ത കളറുള്ളത് അവിടെയൊക്കെ ഈ മിക്സ് തേച്ച് പിടിപ്പിക്കണം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒരു ടൂത്ത് ബ്രഷ് വെച്ച് നന്നായി ഉരച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ക്ലീനായി കിട്ടും. ഒരുപാട് പഴക്കം ചെന്ന കറുത്ത കുത്തുകളാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് ക്ലീൻ ആവണമെന്നില്ല. ചെറിയൊരു പാട് അവിടെ അവശേഷിക്കും. എന്നാലും ഒരുവിധം നന്നായിട്ട് തന്നെ ക്ലീൻ ആവും. ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇനി ഫ്രിഡ്ജിൻ്റെ ഉൾവശം ക്ലീൻ ആക്കുന്നതിന് വേണ്ടി സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. ആദ്യം വേണ്ടത് നാരങ്ങയുടെ ജ്യൂസാണ്. ഇനി ഇതിലോട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ആക്കേണ്ടത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കരുത്. അത് ഫ്രിഡ്ജിൽ സ്ക്രാച്ച് വീഴും. ഇതുപോലെ തന്നെ സ്പോഞ്ച് വെച്ച് ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും. ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം മുഴുവനും തുടച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ പുറംഭാഗം ക്ലീൻ ചെയ്യാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൻ്റെ പുറംഭാഗം നനഞ്ഞ ഒരു ടവൽ വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഫ്രിഡ്ജിൻ്റെ പുറത്ത് വിനാഗിരിയൊക്കെ ഉപയോഗിച്ചാൽ കളർ മങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.